ഇന്നെന്തോ മമ്മി ഇന്ന് ബിസ്ക്കറ്റ് ഒക്കെ വെച്ചുണ്ടാക്കുന്നേ? ഇന്നൊരു സ്പെഷ്യൽ സാധനം മമ്മി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അത് നമ്മൾ ഇന്നലെ മൽബറി പറിച്ചില്ലായിരുന്നോ? അപ്പൊ അത് വെച്ചിട്ട് മമ്മിയാണേലേ അപർണാന്റി മമ്മിയോടാണ് ബ്ലൂബെറി വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു തന്നായിരുന്നു. കുക്കിംഗ് വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ അപ്പൊ അത് ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു, നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തുന്ന മൽബറി വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ എന്താണ്. എന്തോ സാധനം ഇതൊരു സംഭവം. നമുക്കാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അയ്യോ ബിസ്ക്കറ്റ് പിടിഞ്ഞു പോയോ? ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണ്. ഇതിപ്പം ഡയബറ്റിക് ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഷുഗർ ഇല്ലാതെ അപ്പൊ പാവങ്ങളല്ലേ, ഡയബറ്റിക്കാരാണെങ്കിൽ എപ്പോഴും കേക്ക് കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ ചോക്ലേറ്റ് കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് കാണിച്ചു നോക്കാം. അപ്പൊ ഞാൻ ഇതിനകത്തൊരു 5 ബിസ്ക്കറ്റ് എടുക്കാമേ. ഇത് പക്ഷെ നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ബിസ്ക്കറ്റിന്റെ സൈസേ ചെറുതായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ 5 എണ്ണല്ലേ ആദ്യം എടുത്തേ. പിന്നെ ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. കാരണം ഇതിന് ബേസ് നല്ലപോലെ ഇച്ചിരി കട്ടിയിലിരിക്കട്ടെ കേട്ടോ. 8 എണ്ണം എടുത്തിട്ടുണ്ടേ. അപ്പോനെ ഇനി നമുക്ക് ബട്ടർ മമ്മി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് ഇതിന്റെ മേളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ബട്ടർ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കണം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നോക്കണം ബട്ടറിന്റെ പാകം. ഇത് മമ്മി താണ്ട് ബട്ടർ ഒക്കെ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അതൊരു ബേസ് ആക്കി കേട്ടോ. കണ്ടില്ലേ? ഗ്യാപ്പ് വരരുത്, ഗ്യാപ്പ് വരാതെ ഇങ്ങനെ കാക്കണം. ഇനി ഇതേ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 150 ഗ്രാമോളം നമ്മുടെ ക്രീം ചീസ്. ഞാൻ പോനതേ പനീർ ഇട്ട് കൊടുക്കാം, ക്രീം ചീസ് ഇട്ട് കൊടുക്കണം. നമ്മുടെ മൽബറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി മമ്മി എടുത്ത് വൃത്തിയാക്കി വെച്ചിരുന്ന കേട്ടോ. പിന്നെ പാല് വേണം, ഹണി വേണം. മൽബറി ഇടുവാണേ, നല്ല കളർ കിട്ടുവേ. ഹണിയാണ് ഒഴിക്കുന്നത്, ഷുഗർ ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചത് ബ്ലെൻഡ് ചെയ്യണേ. മോനെ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി ഫ്രീസറിലോട്ട് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കണം. അപ്പൂസ ഇത് കണ്ടോ, നമ്മുടെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഡബിൾ ലെയർ ആയിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി നമുക്ക് കട്ടി കുറച്ചിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു ലെയർ കൂടെ കൊടുക്കായിരുന്നല്ലേ. അടുത്ത പ്രാവശ്യം നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു ടോപ്പ് ലെയർ കൂടെ കൊടുത്താലോ. നമുക്കാണെങ്കിൽ ആ ഫ്രഷ് മൽബറി തന്നെ എടുത്ത് ബ്ലെൻഡ് ചെയ്യാമേ. മോനെ ഇത് മൽബറി മമ്മി ഉണ്ടല്ലോ, ഫ്രഷ് ഇങ്ങനെ എടുത്താണേ. അപ്പോനെ നമ്മുടെ ബ്ലൂബെറി ഒക്കെ കോരി ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ 3 ലെയർ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഉണ്ടല്ലോ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോടോ ഫ്രീസറിൽ വെക്കണം. എന്നാലേ ഇതൊന്ന് സെറ്റ് ആയി കിട്ടത്തുള്ളൂ. നമുക്ക് നോക്കാം കേട്ടോ. ഈ ഡിസൈനൊക്കെ കൊള്ളാലോ. ഡിസൈനൊക്കെ മമ്മി അങ്ങ് ചുമ്മാതാക്കിയതാ. ഇത് നമ്മുടെ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അവർക്ക് ഭയങ്കര സങ്കടമല്ലേ എപ്പോഴും. ഒന്നീ ഐസ്ക്രീം കഴിക്കാൻ പറ്റത്തില്ല, കേക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി വെച്ച് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അവർക്കും കഴിക്കാൻ പറ്റും. അപ്പോനെ നമ്മുടെ കേക്ക് ഒക്കെ അപ്പൊ റെഡി ആയിട്ടുണ്ട്. നോക്കട്ടെ, മമ്മി ഇച്ചിരി എടുക്കട്ടെ. ചീസ് കേക്ക് എങ്ങനെയുണ്ട്? നല്ലത്. കൊള്ളാം. മധുരം കുറവാണോ? ഇത് നമ്മുടെ ഡയബറ്റിക്കാർക്കാ. ഞാനൊന്ന് കഴിച്ചോട്ടെ. മധുരം കുറവാന്നേ ഉള്ളൂ.